പ്രിയപ്പെട്ടവരെ, എന്താണ് ഒത്തിരി കാരണം ഒരു വലിയ ദിവസമാണ് ഞങ്ങൾക്ക് പുണ്യ ഗ്രൂപ്പിന്. കുട്ടനാട്ടിലെ ഈ കുഞ്ഞുങ്ങളെല്ലാം ആദ്യം ഞാൻ നോക്കുമായിരുന്നു. ഞാനും ഇവരിൽ ഒരാളായിരുന്നു. ആരൊക്കെയാണ് ലിറ്റിൽ ഫ്ലവർ ആൻഡ് ഹോളി ഫാമിലിയിലെ കുഞ്ഞുങ്ങൾ? ഒന്ന് കൈവക്കാമോ? ലിറ്റിൽ ഫ്ലവർ ആൻഡ് ഹോളി ഫാമിലി കൈനകി. അപ്പം ഞാൻ നിങ്ങൾ തന്നെയായിരുന്നു. ലിറ്റിൽ ഫ്ലവറിൽ ത്രേസ്യോളാമ എന്നൊരു ഹെഡ്മിസ്ട്രസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഹോളി ഫാമിലിയിലേക്ക് മാറി. അപ്പം നിങ്ങളെ പോലൊക്കെ തന്നെ മലയാളം മീഡിയം 5ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെ ABC പഠിച്ച് എന്തൊക്കെയോ എന്താണ് പറയേണ്ടത്, മാതാപിതാക്കൾ ചെയ്ത പുണ്യം മക്കളിലൂടെയാണെന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ഒട്ടും ആഗ്രഹിക്കാതെ അമേരിക്കയിൽ എത്തിയവരാണ്. ഞങ്ങൾ സ്വപ്നത്തിലൊന്നും അമേരിക്കയില്ലായിരുന്നു എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും. അപ്പോൾ വൈകി നമ്മളൊക്കെ ഒരു ക്യാൻസറോ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് ചോദിക്കും, എനിക്ക് എന്തിനാ ദൈവം ഇത് തന്നത്? അതേ സ്ഥലത്ത് ഞാൻ എന്നോട് തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ, വൈകി എന്നെ എന്തിനാണ് അമേരിക്കയിൽ എത്തിച്ചിരിക്കുന്നത്? ഒരു കാര്യമില്ല. SD കോളേജിൽ 7 വർഷം പഠിച്ചു. ഒരു ശരാശരി വിദ്യാർത്ഥി, അത്രയേ ഉള്ളൂ, വിദ്യാർത്ഥിനി. അപ്പം അമേരിക്കയിലേക്ക് വണ്ടി കയറുമ്പോഴും ഇനി ജോലിയൊന്നും ചെയ്യണ്ടല്ലോ, കാരണം എനിക്ക് വലിയ ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. അമേരിക്കയിൽ എനിക്ക് ജോലി കിട്ടാൻ ഹസ്ബൻഡിന് ജോലി കിട്ടി പോയതാണ്. അവിടെ ചെന്ന് എങ്ങനെയൊക്കെയോ ആ മാത്ത് അപ്പം പഠിപ്പിച്ച മാത്ത് ഒരു തൊഴിൽ മാർഗമായി സ്വീകരിച്ച് ഞാനൊരു മാത്ത് ടീച്ചറാണ്. അവിടെ ഗുരുകുലം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മിഡിൽ ഏജിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് അത്യാവശ്യം കഴിയാനുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴും ഞാൻ കുഞ്ഞുങ്ങളോട് പറയുകയാണ്, ഇപ്പം നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ കാണും. പക്ഷെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കഴിയുമ്പോഴും എവിടെയൊക്കെയോ ഒരു അസ്വസ്ഥത, എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അപ്പൊ നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കും, നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ യഥാർത്ഥമായിട്ട് സന്തോഷിച്ച നിമിഷങ്ങളെന്ന്. ഏതൊരു വ്യക്തിയും അത് ചിന്തിക്കണം. കാരണം പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ ആ നിമിഷങ്ങളിലൊക്കെ കടന്നു വന്നത് ഞാനിങ്ങനെ ശരിക്കും ഇങ്ങനെ ചിന്തിച്ചു, എവിടെയാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്നതെന്ന്. ചെറിയ ചെറിയ നുറുങ്ങു കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നു. പണ്ട് ഹോളി ഫാമിലി പഠിക്കുമ്പോൾ കഞ്ഞിപ്പുരയിലേക്ക് ഒരു അമ്മ എപ്പോഴും ഒരു തേങ്ങയോ ഒരു പപ്പരക്കയൊക്കെ തന്നു വിടുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് കൊടുത്തിട്ട് അവിടുത്തെ കഞ്ഞിപ്പുരയിലെ ചേച്ചി ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് അമ്മോടെ ഇന്നതുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. ആ കൊടുക്കൽ വാങ്ങലിന്റെ സന്തോഷം അവിടെ നിന്നാണ് പഠിച്ചത്. എൻ്റെ അമ്മയെ പേടിപ്പുണ്ട്. കുട്ടനാട്ടില് ഞങ്ങൾ തോട്ടുകടകൾ എന്നുള്ള കുടുംബമാണ്, വാഴപ്പറമ്പാണ്. കേശവപിള്ളയാണ് എൻ്റെ അച്ഛൻ. ആർക്കെങ്കിലും ഒക്കെ അറിയാമായിരിക്കും, അതുകൊണ്ട് ഞാൻ പറയാണ്. ഇത് അമ്പിയാമ്മയാണ് പണ്ടവിടുത്തെ. അപ്പൊ അമ്പിയാമ്മയെ കൊടുക്കൽ വാങ്ങൽ ഒട്ടും പുറകിലല്ലായിരുന്നു. എല്ലാവരെയും ചേർത്ത് പിടിച്ച് അതിനൊരു പ്രത്യേക സുഖം അവിടെ. നമുക്കിപ്പോ എന്ത് കിട്ടിയാലും പരസ്പരം കൊടുത്തും വാങ്ങിയും. അതാണ് കുട്ടനാടിന്റെ പുണ്യം. അവിടെ ആ പുണ്യത്തിൽ നമ്മുടെ ചിന്തയിൽ നിന്നാണ് ഈ പുണ്യം എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത്. എംപവർ വിത്ത് എംപതി. മറ്റുള്ള ഒരാളുടെ ദുഃഖത്തിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചിട്ട് അവിടുന്ന് എംപവർ ആകുക. അതാണ് ഞങ്ങളുടെ ഒരു മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പതുക്കെ ഞാൻ സത്യം പറയാലോ, പ്രാർത്ഥന ഇപ്പൊ അച്ഛൻ ഇതിനോട് ഞാൻ പറയല്ല, പ്രാർത്ഥനകൾ കുറഞ്ഞു. അച്ഛൻ പറഞ്ഞ പോലെ ബ്രഹ്മാസ്മി അമ്പലത്തിൽ പോകുക കുറഞ്ഞു. രാവിലെ എണീറ്റ് ഹിന്ദുക്കളൊക്കെ ശരിക്കും കുളിച്ച് വിളക്ക് കത്തിച്ച് കുറെ സമയം വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ചൊല്ലി ഒരു മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെയാണ് ഒരു ഹിന്ദു കുടുംബത്തില് ഒരു സ്ത്രീ ജീവിക്കേണ്ടത്. പക്ഷെ അതേ സ്ഥാനത്ത് ഈ നാട്ടിൽ നിന്ന് വരുന്ന വോയിസ് മെസ്സേജുകളും ആരുടെയൊക്കെ പ്രശ്നങ്ങളും അതിന്റെ പ്രശ്നപരിഹാരങ്ങളും ഒക്കെ ആയിട്ട് ആ ഒരു മണിക്കൂർ ഞാനത് മാറ്റി നോക്കി. ഇച്ചിരി ഒരു ആശ്വാസം കിട്ടുന്നുണ്ടോ ഈ പ്രാർത്ഥനയ്ക്ക്? ശരിക്കും കിട്ടി എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കുക, എന്താണ് നമ്മളിത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പുറത്തുനിന്ന് തോന്നുമെങ്കിലും ശ്രീനാരായണ ഗുരുവിന്റെ ഒത്തിരി ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പം അതൊക്കെ വായിച്ചിരുമ്പോൾ നമ്മൾക്ക് വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് സന്തോഷം വരുന്ന കാര്യം ഞാൻ ചെയ്യുന്നു. അത് അവരവൻ ആത്മസുഖത്തിനായി ചെയ്യുന്നത് അവരവന് സുഖത്തിനായി വരണം. കറക്റ്റ് ആ മോഡലാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ആരും അതിൽ അത്ഭുതം. ഇപ്പൊ ഞാനൊരു എന്താ പറയുന്നത്, ഒരു ബ്രാൻഡഡ് ബാഗ് വാങ്ങിക്കുന്നു, ഒരു വലിയ വേറൊരു കാർ വാങ്ങുന്നു, ഒരു ബാഗ് വാങ്ങുന്നു, ഡ്രസ്സ് വാങ്ങുന്നു, അതേപോലെ തന്നെയുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അതിനേക്കാളും വളരെയധികം സന്തോഷം നമുക്ക് ഇങ്ങനെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു.
പിന്നെ പൈസ എന്ന് പറയുന്നത് എനിക്കറിയില്ല, കുട്ടനാട്ടിന്റെ ഒരു പൊതു തത്വമാണ്. നമ്മൾ അങ്ങനെ വലിയ പൈസ ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് തോട്ടിൽ നിന്ന് മീൻ കിട്ടും, നമുക്ക് കണ്ടത്തിൽ നിന്ന് നെല്ല് കിട്ടും, പിന്നെ മാവിൽ നിന്ന് മാങ്ങ കിട്ടും. അതെല്ലാം കൂടെ നമ്മളൊരു ചമ്മന്തിയൊക്കെ അരച്ച് സുഖം അല്ലെ. ഭയങ്കര കാശുകളൊന്നും നമുക്ക് വേണം. അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതാണ് ഈ കുട്ടികളുടെ കാര്യം അറിയില്ല. അങ്ങനെയാണ് ഞങ്ങളൊക്കെ വളർന്നത്. നമ്മൾ സാമ്പത്തികമായിട്ട് പുറകിലാണെങ്കിലും നമ്മൾ ഒത്തിരി സമ്പന്നരായിരുന്നു മനസ്സിൽ. സൗഹൃദങ്ങൾ കൊണ്ടും സ്നേഹം കൊണ്ടും നല്ല ആഹാരം കൊണ്ടും നല്ല കാറ്റും വെളിച്ചവും. പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് ശരിക്കും സോഡിയം ടീച്ചർ ഞങ്ങളെ ഭയങ്കരമായിട്ട് സഹകരിച്ചു. അപ്പൊ എന്താണ് കുട്ടനാട്ടിലെ ബോട്ടിൽ കൂടെ താറാവുകൾ, അതൊക്കെ മതി നമുക്ക്. ഏറ്റവും സന്തോഷം. ഇപ്പൊ അമേരിക്കയിൽ 27 വർഷം കഴിഞ്ഞാലും തിരിച്ച് ഇന്നലെ ഞങ്ങൾ അനുഭവിച്ച ആ സന്തോഷം ഞാനത് അഭിമാനത്തോട് തന്നെ പറയാം. അത്രയും സുഖം എനിക്കറിയില്ല. ഞാൻ അവിടെ അങ്ങനെയൊക്കെ പറയാൻ പാടില്ല, അഹങ്കാരഭാവം. ശരിയാണ്, എല്ലാം നല്ലൊരു രാജ്യത്താണ് ഞാൻ. പക്ഷെ അതാണ് നമ്മുടെ കുട്ടനാടിന്റെ പുണ്യം. അപ്പോ അതാണ് പുണ്യം. എന്തുകൊണ്ട് പുണ്യം തുടങ്ങി? എംപവറിംഗ് എമ്പതി, മറ്റുള്ളവരുടെ. പിന്നെ കുട്ടികളെ നിങ്ങൾ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ആ എഴുത്തെഴുതാൻ വേണ്ടി ഒന്ന് ചിന്തിച്ചില്ലേ? എന്റെ ക്ലാസ്സിലെ ആർക്കാണ് പ്രശ്നമെന്ന് ഞങ്ങളെല്ലാം വായിച്ചു അവസാനിക്ക് സ്കൂളിൽ പ്രേമിച്ചേച്ചി പറയും. ആ ഒരു ചിന്ത, അത് ജയകുമാർ സാറിന്റെ പ്രസംഗം നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലേ? ജയകുമാർ സാറിന്റെ ഐഡിയയാണ്. സാർ അവിടെ വന്നതിൻ്റെ കൂടെ ഒക്കെ താമസിച്ചത് എനിക്ക് പറഞ്ഞു തന്നതാണ്. ചുമ്മാ ചെയ്തുകൊണ്ടിരിക്കാതെ കുഞ്ഞുങ്ങളെ ചിന്തിപ്പിക്കുക. അപ്പൊ നിങ്ങളൊന്ന് എനിക്ക് എഴുതണം, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൈസ് കിട്ടും. അതിനുവേണ്ടിയായിരിക്കും നിങ്ങൾ എഴുതിയതോ, ഇതിന് നന്നായിട്ട് എഴുതിയാൽ എനിക്ക് പ്രൈസ് കിട്ടും. ലക്ഷ്യം അതെന്തു ആയിക്കോട്ടെ, നിങ്ങൾ അതിനുവേണ്ടി ആ മാർഗമില്ലേ, നിങ്ങൾ ചുറ്റിനും ഒന്ന് നോക്കി. ചിലപ്പോൾ അന്ന് വരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലായിരിക്കും കൂടെ വരുന്നൊരു കുട്ടിക്ക് ചെരുപ്പില്ലായിരുന്നു, സൈക്കിൾ ഇല്ലായിരുന്നു. അതിനുവേണ്ടി നിങ്ങളൊന്ന് തപ്പി ഒന്ന് കണ്ണു തുറന്നു, ഉൾക്കണ്ണെന്ന് സാർ പറഞ്ഞ ഉൾക്കണ്ണെന്ന് തുറന്നു. അപ്പൊ നിങ്ങൾ മനോഹരമായിട്ട് ശരിക്കും അവരുടെ കുട്ടികളൊക്കെ വായിച്ചു അതിനെക്കുറിച്ചൊക്കെ ചേച്ചി പറയും കൂടുതൽ. അപ്പൊ അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള വിജ്ഞാന ദീപ കുഞ്ഞുങ്ങൾ എങ്ങനെയൊക്കെയോ അവിടെ വന്നു പെട്ടതാണ്. സാഹിത്യത്തിനുള്ള താല്പര്യം കൊണ്ട് വന്നതാണ്. ബുക്ക് വായിച്ചു കൊടുത്ത് അങ്ങനെ ചെറുതായിട്ടാണ്. സന്തോഷ് മാഷോട് വന്നു. സന്തോഷ് മാഷോടെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. സന്തോഷ് മാഷാണ് ഇതിന്റെ എല്ലാം എൻ്റെ കണക്ഷൻ. എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 20 മിനിറ്റ് ഒരു ദിവസം എന്റെ ജീവിതത്തില് സന്തോഷ് മാഷിന്റെ ഓതി കേൾക്കാനും പിന്നെ ഷുബൈ മാഷും. അപ്പൊ അതിലേക്ക് വന്ന് ബുക്ക് വായിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോഴാണ് പല പല സാധ്യതകൾ അവിടെയും കണ്ടത്. ഇന്നൊരു പുണ്യ ദിവസമാണ്. വിജ്ഞാന ദീപത്തിലെ ആ കാഴ്ചപരിമിതരായ കുഞ്ഞുങ്ങളും നമ്മുടെ കുട്ടനാട്ടിലെ എൻ്റെ കുട്ടിക്കാലത്തെ കുട്ടികളും ഒക്കെ ഒന്നിച്ചു ചേർന്ന് അതിന്റെ കൂട്ടത്തില് ഞങ്ങളുടെ അവിടെ സമാന മനസ്കരായിട്ട് ചിന്തിക്കുന്ന കുറച്ച് സ്ത്രീകളും ഞങ്ങളെ പോലെ. ഞാനിത് രാവിലെ ഞങ്ങൾ അവിടെ ഒരു എന്താണ് സാഹിത്യകാരന്മാരുടെ മുമ്പിലൊക്കെ ഞങ്ങൾ വളരെ അടക്കത്തോടെ പെണ്ണുങ്ങളാണ്. അപ്പം ഞങ്ങളവിടെ കഴിച്ചുകൊടുത്തിട്ടാണ് സാർ അവിടെ കഴിക്കാൻ വന്നത്. അപ്പൊ വളരെ മിണ്ടലെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വളരെ ഇതായിട്ട് സാറിനെ കണ്ട രീതി നമ്മളിങ്ങനെ ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്തു. അപ്പൊ അത് ശരിയായോ തെറ്റായോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ അതൊക്കെ അവിടെ സ്കൂട്ട് ചെയ്യാന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ സാർ ഒരു സാഹിത്യകാരൻ അതിനെ ചിന്തിച്ച വഴി അതിനെ അത്ഭുതപ്പെടുത്തി എന്തായി പറയാൻ പോണത്. പിന്നെ അതുപോലെ തന്നെ കെ ജയകുമാർ IAS, സുഭാഷ് ചന്ദ്രൻ സാറിന്റെ ഞങ്ങൾ അമേരിക്കയിലായതുകൊണ്ട് മലയാളത്തിന് അത്ര അപ്ഡേറ്റ് ആയിട്ട് പോകുന്നില്ല. പക്ഷെ മനുഷ്യരാകുമ്പോഴുള്ള ബുക്ക് പലരും പറഞ്ഞ് നമ്മുടെ കയ്യിൽ എത്തിയതാണ് ബുക്ക്. അപ്പൊ അതിലാണ് എനിക്ക് കുട്ടികളുടെ ആമുഖത്തിൽ സാറ് പറയുന്നത് നമ്മുടെ അടുത്ത, ഞാൻ കറക്റ്റായിട്ട് വേണ്ടതായിരിക്കും പറയുന്നത്, അർത്ഥത്തിലുള്ളത് പറയാം. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ചൂണ്ടിക്കാട്ടി കൊടുക്കാൻ ഒരു കറക്റ്റായിട്ടുള്ള ഒരാള് ഉണ്ടോ എന്ന് ചിന്തിച്ച് ഞാൻ രാത്രി എന്റെ ഉറക്കമൊഴിഞ്ഞ് ഞാൻ എന്റെ കഥകൾ എഴുതുന്നു. ആ വരികളൊക്കെയാണ് എന്റെ സാറിലേക്ക് പിന്നെ ആകർഷിച്ചത്. അപ്പൊ എന്താണ് പറയുന്നത്, സാറിന്റെ ഒരു മനുഷ്യനാകുമ്പോൾ നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിനകത്ത് ചില സെൻസുകൾ എനിക്ക് പറയാൻ ഒരു ചെറിയ മനുഷ്യനാകുമ്പോൾ ചെറ്റ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ആ ചാപ്റ്ററിൽ സാറിന്റെ സംഭാഷണം സാർ പറഞ്ഞു തന്നത് ചെറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടനാട്ടിൽ ഏറ്റവും പാവപ്പെട്ടവൻ വീട്ടിൽ താമസിക്കുന്ന ഒരു വീട് ചെറ്റ, അതാണ് ചെറ്റ എന്ന് പറയുന്നത്. ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളിന്റെ സ്വഭാവ രീതികൾ, അതാണ് ചെറ്റത്തരം എന്ന് പറയുന്നത്. ഞാൻ കുട്ടനാട്ടിൽ ധാരാളം ചെറ്റകൾ കണ്ടിട്ടുണ്ട്. പ്രവൃത്തി അതൊരു പോസിറ്റീവ് വേയിലാണ്, അല്ലാണ്ട് അതൊരു ചീത്ത വേടായിട്ടല്ല നമ്മൾ ഒരിക്കലും. അതിലൊക്കെ വകുപ്പ് വായിക്കണം. അതുപോലെ നാറി പരനാറി അങ്ങനെയുള്ള വീടുകൾ ഏറ്റവും നാറ്റമുള്ള, എന്തുകൊണ്ടാണ് ഏറ്റവും നാറ്റം
മനസ്സുകൾ വൃത്തിയാക്കുന്നവർ. അപ്പൊ അവരെ നമ്മൾ ഏറ്റവും ബഹുമാനത്തോടെ വിളിക്കുന്ന പേരുകളാണ് അതൊക്കെ. അല്ലാതെ ഒരു ചീത്ത കോണ്ടസ്റ്റിൽ യൂസ് ചെയ്ത പേരുകളല്ല അത്. അതൊക്കെ ഏറ്റവും ഏറ്റവും അധ്വാനിക്കുന്ന മനുഷ്യന്റെ, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന, ഏറ്റവും പരമമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ബഹുമാനത്തോടെ വിളിക്കുന്ന പേരുകളാണ്. അപ്പൊ അതൊക്കെയാണ് സാറിന്റെ എഴുത്തുകൾ എന്നെ വല്ലാതെ ആകർഷിച്ചത്. അപ്പൊ അങ്ങനെ ഒരാളെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനും ഇവിടെ അന്നിട്ടായിരുന്നു കോഴിക്കോട് നിന്ന് കുട്ടനാട് വരെ എത്തുമെന്ന് ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി 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 അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ടാഗോർ സാറിന്റെ റിപ്ലൈയും സുഭാഷ് ചന്ദ്രനെ പോലൊരു ഒരു എന്താണ് ഒരു മനുഷ്യ സ്നേഹി. ഞാൻ എഴുത്തുകാരനെ പോലെ ആ ബുക്കുകളിലെല്ലാം ഒരു മനുഷ്യ സ്നേഹമാണ്, അതാണ് പുണ്യവും. അപ്പൊ അങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നത്. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു ദിനമാണ്. ഞാനിങ്ങനെ എന്നോട് സാറ് ചെല്ലുമ്പോൾ ചോദിച്ചു പരിഭ്രമം കൊണ്ടില്ല. ഞാൻ പറഞ്ഞു മൈക്ക് കിട്ടിയാൽ തരുന്നില്ല, അത് ബാക്കിയുള്ളവർ കുറച്ച് പരിഭ്രമം കാണും, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ കീപ് ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ്. ഓക്കെ, താങ്ക് യു. മാതൃഭൂമി കൊല്ലം ബ്യൂറോ ചീഫ് ശ്രീ ജ്യോതിരാജ്.